ഹായ് വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കെ എസ് ആർ ടി സി കന്യാകുമാരിക്ക് സ്പെഷ്യൽ സർവീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. ഡിസംബർ 14 ഇനി അടുത്ത ട്രിപ്പ് വരുന്നത്. ഡിസംബർ 14 മുതൽ ജാനുവരി 20 വരെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഡിപ്പോയിലാണെന്ന് നോക്കാം. ഈ ഓരോ ഡിപ്പോയുടെ നേരെ ഞാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആ ട്രിപ്പിന്റെ ടൈമിങ്സും കാര്യങ്ങളും എത്ര മണിക്കാണ് പോകുന്നത്, അതിന്റെ റേറ്റ്സ് എത്രയാണ്, പോകുന്ന ഏത് വഴിയാണ്, അതിന്റെ ഐറ്റിനറി എങ്ങനെയാണ്, കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏതൊക്കെ ഡിപ്പോയിൽ നിന്നാണെന്ന് നോക്കാം. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ഡിസംബർ 14 കന്യാകുമാരി ചാർട്ട് ചെയ്തിരിക്കുന്നത്. വിതുര ഡിപ്പോയിൽ നിന്ന് ഡിസംബർ 15 ഉണ്ട്. കന്യാകുമാരി ഡിപ്പോയിൽ നിന്ന് ഡിസംബർ 18, തൊടുപുഴ ഡിപ്പോയിൽ നിന്ന് ഡിസംബർ 20, പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് ഡിസംബർ 21, കോട്ടയത്ത് നിന്ന് ഡിസംബർ 22, കിളിമാനൂർ നിന്ന് ഡിസംബർ 23, കൊല്ലം ഡിപ്പോയിൽ നിന്ന് ഡിസംബർ 24, ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് ഡിസംബർ 25, മാവേലിക്കരയിൽ നിന്ന് ഡിസംബർ 26, തിരുവല്ലയിൽ നിന്ന് ഡിസംബർ 27, ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് ഡിസംബർ 28, ചാത്തന്നൂർ ഡിപ്പോയിൽ നിന്ന് ഡിസംബർ 29, ഹരിപ്പാട് നിന്ന് ഡിസംബർ 31, തിരുവല്ല ഡിപ്പോയിൽ നിന്ന് ജാനുവരി 2, പുനലൂരിൽ നിന്ന് ജാനുവരി 3, തൃശ്ശൂരിൽ നിന്ന് ജാനുവരി 4, പത്തനംതിട്ടയിൽ നിന്ന് ജാനുവരി 5, പന്തളത്ത് നിന്ന് ജാനുവരി 7, കൊടുങ്ങല്ലൂരിൽ നിന്ന് ജാനുവരി 8, പത്തനംതിട്ടയിൽ നിന്ന് ജാനുവരി 10, മാള ഡിപ്പോയിൽ നിന്ന് ജാനുവരി 11, അടൂർ ഡിപ്പോയിൽ നിന്ന് ജാനുവരി 12, പിറവൻ ഡിപ്പോയിൽ നിന്ന് ജാനുവരി 16, കണിയാപുരം ഡിപ്പോയിൽ നിന്ന് ജനുവരി 17, അടൂർ ഡിപ്പോയിൽ നിന്ന് ജാനുവരി 18, പുതുക്കാട് തൃശ്ശൂരുള്ള പുതുക്കാട് ഡിപ്പോയിൽ നിന്ന് ജാനുവരി 19, വൈക്കം ഡിപ്പോയിൽ നിന്ന് ജാനുവരി 20. ഇത്രയും ട്രിപ്പുകളാണ് നിലവിൽ KSRTC കന്യാകുമാരിയിലേക്ക് ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ട് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ അതാത് ഡിപ്പോയുടെ നേരെയുള്ള നമ്പറിൽ, നിങ്ങൾ അടുത്തുള്ള ഡിപ്പോ എവിടെയാണെന്ന് നോക്കിയിട്ട് അതാത് ഡിപ്പോയുടെ നേരെയുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ ട്രിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ആ ട്രിപ്പ് ഇപ്പോഴും ലൈവ് ആണോ, അതിൽ ബുക്കിംഗ് ആയോ, ഫുള്ളായോ, അല്ലെങ്കിൽ സീറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ബുക്കിംഗ് ചെയ്യേണ്ട എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ഈ വെക്കേഷൻ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കന്യാകുമാരി ട്രിപ്പ് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ നേരത്തെ പറയാറുള്ള പോലെ KSRTCയുടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് പോയിട്ട് വരാം. പിന്നെ അതുപോലെ സേഫറായിട്ട്, ഒറ്റയ്ക്കാണെങ്കിൽ പോലും സേഫറായിട്ട് തന്നെ പോയിട്ട് വരാം. അപ്പം ഇതുപോലുള്ള വീഡിയോസ്, KSRTC ടൂറിസം റിലേറ്റഡ് വീഡിയോസ്, ട്രാവൽ റിലേറ്റഡ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാം. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും ടൈംലി ആയിട്ട് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.